നമ്മളിന്ന് പുതിയൊരു പരമ്പര ആരംഭിക്കുകയാണ്. രക്ഷാദൈവശാസ്ത്രവും വിശ്വാസ പ്രതിവാദ വീക്ഷണത്തിൽ സോൾഫീരിയോളജി അപ്പോളജറ്റിക്സ് പെർസ്പെക്റ്റീവ്. നമുക്കറിയാം, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രക്ഷിക്കപ്പെടുക. റോമാലേഖനം 10:9 നമ്മൾ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വായിക്കുന്നതിലേക്ക് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വളരെ സിമ്പിളാണ്. ഒരാള് ഞാനൊരു പാപിയാണ് എന്നുള്ളത് സമ്മതിക്കണം, അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കണം. മൂന്നാമതായിട്ട് യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പകരമായിട്ടാണ് മരിച്ചതെന്ന് വിശ്വസിക്കണം. നാലാമതായിട്ട് യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കണം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം എന്നൊരു തീരുമാനമെടുക്കണം. ഉറച്ച തീരുമാനം, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു തീരുമാനമെടുക്കണം. ഈ നാല് കാര്യങ്ങൾ ഇത് ഏതൊരു മനുഷ്യനും ചെയ്യാവുന്ന. നമ്മള് രക്ഷിക്കപ്പെട്ട ആളുകളെ കണ്ടാൽ അത് നമുക്ക് അറിയാം. എല്ലാ ശ്രേണിയിൽ പെട്ടവരും പണ്ഡിതന്മാരും പാമരന്മാരും വലിയ ജ്ഞാനികളും ജ്ഞാനമില്ലാത്തവരും എല്ലാവരും രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിലുണ്ട്. ആർക്കും ചെയ്യാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ രക്ഷയെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാര്യവുമാണ് രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത്. ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ദൈവത്തിന്റെ ഏറ്റവും വിലയേറിയ ദാനമാണെങ്കിൽ കൂടെ ഇതിന്റെ പിന്നില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് രഹസ്യങ്ങളാണ്. ഇത് പഠിച്ചില്ലെങ്കിൽ ഒരാളെ രക്ഷിക്കപ്പെടാം. സോൾഫീരിയോളജി പഠിക്കാത്തത് കൊണ്ട് നിന്നെ രക്ഷിക്കപ്പെടുന്നില്ല, നിന്നെ സ്വർഗത്തിലേക്ക് കയറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മറിച്ച് പാപികൾക്ക് വേണ്ടി, ശത്രുക്കൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ കൊന്നുകളഞ്ഞ സ്നേഹത്തിന്റെ പൂർത്തിമൻ പാപമായിട്ടുള്ള ആ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ അതുകൊണ്ട് അതൊന്നും വിഷയമല്ല. പക്ഷേ ഇത് പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനത്തെ വിഷയങ്ങൾ പഠിപ്പിക്കാമെന്നും പറയുന്ന കാര്യം തന്നെ വീണ്ടും പറയുക, ബോറടിക്കുകയില്ല എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ തലമുറ ഒരുപാട് ചോദ്യങ്ങളുള്ള ഒരു തലമുറയാണ്. അവരെ ഒരുപാട് തത്വചിന്തകളും ചിന്താധാരകളും ലോകവീക്ഷണങ്ങളും അവരെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര ലളിതമായ ഈ രക്ഷ സ്വീകരിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. സ്വീകരിച്ചവർക്ക് തന്നെ പല ചോദ്യങ്ങൾ വരുന്നു. അതുകൊണ്ട് ഈ രക്ഷയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാനായി നമ്മൾക്ക് ഓരോരുത്തർക്കും കുഞ്ഞുങ്ങൾ അതുപോലെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കില്ല. അവരുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, അപ്പച്ചനും അമ്മച്ചി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മുടെ തലമുറകൾക്ക് വചനം പറഞ്ഞു കൊടുക്കാനായിട്ട് ഇത് പഠിച്ചേ പറ്റും, ഇത് മനസ്സിലാക്കിയേ പറ്റും. രണ്ടാമതായിട്ട് നമ്മുടെ ഇടയിൽ അനേക കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ ചുറ്റുപാടും അനേക യുവാക്കന്മാരുണ്ട്. ഇവർക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങള് നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തിയാലേ അവർക്ക് ഈ രക്ഷ സ്വീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അവരെ പഠിപ്പിക്കേണ്ട ചുമതല നമുക്കുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് തന്നെ ഉറപ്പ് കിട്ടാൻ, അയ്യോ ഇത്ര വലിയൊരു രക്ഷയാണോ ഞാൻ എൻജോയ് ചെയ്യും. നമ്മുടെ ആരാധനയുടെ ആഴവും മാധുര്യവും വർദ്ധിക്കുവാനും രക്ഷയെ കുറിച്ച് പഠിക്കുന്നത് ഇതത്ര മഹനീയമായ ഒരു കാര്യമാണ്. ഇതിന്റെ പിന്നില് ഇത്രയധികം കാര്യങ്ങളുണ്ടല്ലോ എന്നുള്ള ചിന്ത നമ്മളെ കൂടുതൽ ആഴത്തിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് തീർച്ചയായും പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഇത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പഠനം. ഈ പഠനം രക്ഷാദൈവശാസ്ത്രത്തെ ഒരു പ്രതിവാദ വീക്ഷണത്തിൽ അവലോകനം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വിശ്വാസ പ്രതിവാദം അപ്പോളജറ്റിക്സ്, അതിന്റെ വീക്ഷണത്തിലാണ് നമ്മൾ ഈ പഠനം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ട്രൈ തിയോളജി അല്ലെങ്കിൽ വളരെ വരണ്ട ദൈവശാസ്ത്രമായിട്ട് പഠിക്കുന്നതിനുപരി നമ്മുടെ തലമുറയുടെ സംശയങ്ങൾക്ക് ഉത്തരം പറയത്തക്ക വിധത്തിൽ, നമ്മളുടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തത്തക്ക വിധത്തില് ബൗദ്ധികമായിട്ടും അതുപോലെ വചനാനുസൃതമായിട്ടും ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ടാണ് ഞാൻ ഇതിനകത്ത് ഒരു 50 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ടാണ് ഓവറോൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു 10 ക്ലാസ് ആണ് പ്ലാൻ ചെയ്യുന്നത്.
പക്ഷെ നിങ്ങളാരെ പേടിക്കണ്ട, ഒരുമിച്ച് 10 ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നില്ല. 2, 3, 4 തവണയായിട്ടായിരിക്കും തീർക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകുവാനും റിഫ്രഷ്ഡ് ആകുവാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങളും 2000 വർഷം മുമ്പേ ആരോ എവിടോ മരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാ പാപമോചനം കിട്ടുന്നത്? അല്ലെങ്കിൽ പകരം ഒരാൾ മരിച്ചാൽ എനിക്ക് പാപക്ഷമ കിട്ടുമോ? നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ പോലും അതില്ലല്ലോ. ഒരാളെ കൊല ചെയ്താൽ വേറൊരാൾക്ക് ശിക്ഷ അനുഭവിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ശിക്ഷ അനുഭവിച്ചത് കൊണ്ട് മാത്രം എനിക്ക് എങ്ങനെ പാപമോചനം കിട്ടും? അല്ലെങ്കിൽ ഈ യേശുക്രിസ്തുവിനോടുള്ള രക്ഷ എങ്ങനെ ഇത്രയധികം പേർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും? ഈ ലോകത്തില് ഇതുവരെ 20,000 കോടി ആളുകൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഈ 20,000 കോടി ആളുകളുടെയും പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു എന്ന ഒരാൾ അനുഭവിച്ചതോ നമുക്കറിയാം. ഇപ്പൊ എനിക്കൊരു കടമുണ്ടെങ്കിൽ നിങ്ങളുടെ ആരുടെയും അതിന് തക്ക പൈസ മിച്ചമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തു തീർക്കാം. പക്ഷെ ഇന്ത്യക്കാർക്കെല്ലാം 100 കോടി രൂപ വീതം കടമുണ്ടെന്ന് വിചാരിക്കുക. സാക്ഷാൽ അംബാനി വിചാരിച്ചാൽ പോലും അത് കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇതുവരെ ജീവിച്ചിരുന്ന, ലോക ചരിത്രത്തിൽ ജീവിച്ചിരുന്ന 20,000 കോടി പേരുടെയും പാപത്തിനുള്ള ശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ, നിത്യശിക്ഷ യേശുക്രിസ്തു എന്നുള്ള ഒരു വ്യക്തി ഏതാനും മണിക്കൂർ ക്രൂശിൽ വേദന അനുഭവിച്ചത് കൊണ്ട് മാത്രം, മരിച്ചത് കൊണ്ട് മാത്രം എങ്ങനെ പറ്റും? ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങള് ഞങ്ങൾക്ക് പലപ്പോഴും ഫേസ് ചെയ്യുന്നതാണ്. ബാബു സാറിനോട് ചോദിച്ചാൽ അറിയാതെ, സജി മാത്യു സാറിനോട് ചോദിച്ചാൽ അറിയാതെ, നിങ്ങൾ പലയിടത്തും പഠിപ്പിക്കുന്നവരാണ്, ക്ലാസ്സുകൾ എടുക്കുന്നവരാണ്. അവിടൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടാവാം. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ച അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്തേ മതിയാകും. അവരെ തീയിൽ നിന്ന് വലിച്ചെടുത്തേ മതിയാകും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൗഖികമായിട്ടുള്ള സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ മതിയാകും. അതുപോലെ തന്നെ നമുക്ക് തന്നെ കാര്യത്തെ കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കിയതിനെ പറ്റുള്ളൂ. നാസ്തികരും മുസ്ലിങ്ങളും മറ്റു മതവിശ്വാസികളും എല്ലാം ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് എതിർവാദങ്ങൾക്കും ബൈബിൾ നൽകുന്ന മറുപടിയാണ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രക്ഷയുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ രക്ഷ എന്ന, പാപമോചനം എന്ന, വീണ്ടെടുപ്പ് എന്ന ബൈബിളിലെ ആശയവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളും അല്ലെങ്കിൽ നിരീശ്വരവാദികളും മറ്റു മതസ്ഥരും അതുപോലെ മറ്റ് തത്വശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കുക? ആ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തുവിനോടുള്ള രക്ഷ മാത്രമേ യുക്തിപരവും ധാർമ്മികവും വചനപരവുമായി പൂർണ്ണമായി ശരിയായിട്ടുള്ളൂ എന്ന് ഈ പഠനത്തിലൂടെ തെളിയിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ഞാൻ വലിയ മിടുക്കലാണ്, എന്റെ വീട്ടുകാർ വലിയവരാണ്, എന്റെ ജോലി നല്ലതാ, എന്റെ കാർ നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിവേചിരിക്കുമല്ലേ? ഇതെന്താ ഇങ്ങനെ പറയുന്നത്? വളരെ സെൽഫിഷ്, വളരെ ഇടുങ്ങിയ ചിന്താഗതി. അതിനാണെങ്കിൽ യേശുക്രിസ്തുവിനോട് മാത്രമേ രക്ഷയുള്ളൂ എങ്ങനെ പറയും? പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ ഒരു ഉത്തരാധുനിക യുഗത്തില എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മോഡേണിസത്തിലാണ് ഇന്നത്തെ സമൂഹം ഒഴുകുന്നത്. ഈ സമൂഹത്തില് പ്ലൂറലിസമാണ് അല്ലെങ്കിൽ ബഹുസ്വരതയാണ് ഇവരുടെ മുദ്രാവാക്യം. എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, എല്ലാ മതത്തിലും സത്യമുണ്ട്, എന്റെ സത്യവും ശരി, നിന്റെ സത്യവും ശരി. ഇതാണ് ഇന്നത്തെ സ്ലോഗൻ. അതായത് ഉത്തരാധുനികത അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസം കുറിച്ചൊന്നും പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു ചിന്താധാരയാണ് ഇന്ന് ലോകത്തെ തിരിക്കുന്നത്. ഇന്നത്തെ ലേറ്റസ്റ്റ് തത്വചിന്ത, ഫിലോസഫി ഉത്തരാധുനികമായിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസം, മോഡേണിസം ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞു, ആധുനികത്വം ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുരോഗതിയാണോ അധോഗതിയാണോ എന്ന് നമ്മൾ വേറെ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് യാതൊരു വ്യവസ്ഥയും ഇല്ലാത്ത ഒരു തത്വചിന്ത, അതായത് എല്ലാ സത്യങ്ങളും ശരിയാ, എന്റെ സത്യം ശരിയാ, നിന്റെ സത്യം ശരിയാ, നീ പറയുന്നത് ശരിയാ, ഞാൻ പറയുന്നത് ശരിയാ, അതുകൊണ്ട് സുവിശേഷീകരണത്തിലൊന്നും പോകേണ്ട, അവരവരുടെ മതത്തിലൊക്കെ വിശ്വസിച്ചിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു കാലത്തായിരിക്കും നാം. അപ്പോഴ് യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ബൈബിള് പറയുന്ന ഈ കാര്യം ഈ സമൂഹത്തിൽ പോയി എങ്ങനെ പഠിപ്പിക്കും? അല്ല, അവരിൽ ആരെങ്കിലും നമ്മളോട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? അപ്പൊ ഇതിന് അങ്ങനെയല്ല, ഇതാണ് ശരി എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ
നമ്മൾ സ്വയം ഇക്വിപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. നമുക്കറിയാം 4 എന്ന് പറഞ്ഞാൽ എത്ര എന്ന് ചോദിച്ചാൽ എത്ര ഉത്തരം ശരി ഉത്തരമാണ്? ഒരു ശരി ഉത്തരമേ ഉള്ളൂ, അത് 8 എന്നുള്ളത് അല്ലെ. 4 എന്നാൽ ഉത്തരം ഞങ്ങളോട് ചോദിക്കരുത്, പാവപ്പെട്ട് കാണിക്കും. ശരിയാ, വളരെ സിമ്പിളാണ്. പക്ഷെ തെറ്റുത്തരങ്ങൾ എത്രയുണ്ട്? അനന്തമാണ്, ഇൻഫിനിറ്റ് ആണ്. 0 തൊട്ട് അല്ലെങ്കിൽ 0ക്ക് താഴെ പറയാം. അങ്ങോട്ട് 1, 2, 3, 4, 5, 6, 7, 9, 10, 11 എത്ര ഉത്തരങ്ങൾ വേണം? സത്യം എപ്പോഴും ഏകമാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്ഷയുള്ളെങ്കിൽ അങ്ങനെ പറയുന്നത് പഠിക്കേണ്ട കാര്യമില്ല. ടീച്ചർ ക്ലാസ്സിൽ ചോദിച്ചു 4 എത്രയാണെന്ന് ചോദിച്ചപ്പോഴ് ഒരു മിടുക്കനായ കുട്ടി ആദ്യം എഴുന്നേറ്റ് 8 എന്ന് പറഞ്ഞതിന്റെ പേരില് അവൻ ചമ്മേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവന് വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ളവനാണെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോൺഫിഡൻസ് വേണം. അത് ആ കോൺഫിഡൻസ് ശരിക്കും ബോധ്യത്തിൽ നിന്നുള്ള ഒരു കോൺഫിഡൻസ് ആകണം. ശരിക്കും അങ്ങനെ തന്നെ ഇത് ഏകമാർഗമാണ്, യേശുക്രിസ്തുവിലൂടെ രക്ഷയുള്ളൂ. ഈ വിശ്വാസം നമ്മൾ ശരിക്കും അടിയുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ സുവിശേഷം പങ്കുവയ്ക്കുന്നവരാണ്. നമ്മളിങ്ങനെ ആയിരിക്കത്തില്ല. സഹോദരൻ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കാൻ പറയുക, ഓട്ടോറിക്ഷയ്ക്ക് ഓടിക്കുന്ന ഇടയ്ക്കും കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടൊക്കെ സുവിശേഷം പറയാറുണ്ട്. അതെ, ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നാൽ അത് നമ്മളെ രൂപാന്തരപ്പെടുത്തും. അപ്പം പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഉറപ്പ് അല്പം കുറഞ്ഞു പോകുന്നു. ഈ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ഞാൻ പറയും? ഈ വ്യവസ്ഥതയുള്ള പല വിശ്വാസങ്ങളുണ്ട്, എങ്ങനെ പറയും? പക്ഷേ 4 + 4 = 8 എന്ന് പറയുന്ന കുട്ടിക്ക് അതിനെക്കുറിച്ച് ഒരു ചമ്മലുമില്ല, മറിച്ച് അഭിമാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ കുറിച്ച് അഭിമാനത്തോടെ ജനത്തിന്റെ മുന്നിൽ നിൽക്കാനായിട്ട് നമുക്ക് ഇടയാകും. അപ്പൊ അതാണ് ഈ ക്ലാസ്സിന്റെ ഇംഗ്ലീഷിലായിട്ടാണ് വാട്ട് ഈസ് സോറ്റിയോളജി. സോറ്റിയോളജി എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ സാമ്യമുണ്ട് അല്ലെ. സോറ്റിയോളജി എന്താണ്? രക്ഷാദൈവശാസ്ത്രം. മലയാളത്തിൽ അത് വലിയ പ്രയാസമൊന്നുമില്ല. രക്ഷാദൈവശാസ്ത്രം. സോറ്റിയോളജി എന്ന് പറഞ്ഞാൽ പാപാവസ്ഥയിൽ നിന്നോ കഷ്ടപ്പാടിൽ നിന്നോ മനുഷ്യരെ എങ്ങനെ രക്ഷിക്കാം എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള ഉപദേശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് രക്ഷാദൈവശാസ്ത്രം. ഒരു പാപിയെ എങ്ങനെ വിടിവിക്കാം, അല്ലെ പാപിയുടെ മോചനമാർഗം എന്ത്, രക്ഷാമാർഗം എന്ത്, അതിനെ കുറിച്ചുള്ള ഉപദേശങ്ങളുടെ ഒരു ക്രോഡീകൃത രൂപമാണ്. പല ഉപദേശങ്ങളും അതിനകത്ത് നമ്മുടെ പാപാവസ്ഥയെ കുറിച്ചുള്ള ഉപദേശമുണ്ട്, യേശുക്രിസ്തുവിന്റെ കന്യകാജനത്തെ കുറിച്ചുള്ള ഉപദേശമുണ്ട്, യേശുക്രിസ്തുവിന്റെ വിശുദ്ധ ജീവിതത്തെ കുറിച്ചുണ്ട്, യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ചുണ്ട്, മരണത്തെ കുറിച്ചുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള ഒരുപാട് ഉപദേശങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഉപദേശങ്ങളെ എല്ലാം ചേർത്ത് വെക്കുന്ന ആ ഒരു കൂട്ടത്തിനാണ്, ഒരു ക്രോഡീകൃത രൂപത്തിനാണ് സോറ്റിയോളജി അല്ലെങ്കിൽ രക്ഷാദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ആവർത്തിക്കണമെങ്കിൽ പ്ലീസ് ഒന്ന് കൈകാണിച്ചാൽ ഞാൻ ആവർത്തിച്ചോളാം. ഏതെങ്കിലും ആവർത്തിക്കണമെങ്കിൽ വളരെ സ്ലോയിലേ പോകാവുന്ന എനിക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സാധാരണ ഞാനൊരു ധൃതിക്കാരനാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ വലിയ പോകുന്നുള്ളൂ. ആർക്കെങ്കിലും ആവർത്തിക്കണമെങ്കിൽ പ്ലീസ്. ഇപ്പം പാപാവസ്ഥയിൽ നിന്നോ കഷ്ടപ്പാടിൽ നിന്നോ മനുഷ്യരെ എങ്ങനെ രക്ഷിക്കും എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള ഉപദേശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് രക്ഷാദൈവശാസ്ത്രം. ഇപ്പം ഈ രക്ഷാദൈവശാസ്ത്രമാണ്, അതായത് രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുദ്ധിക്ക് കഴിയുന്ന അല്ലെങ്കിൽ ഇതുവരെ മനുഷ്യന് കണ്ടെത്തിയിരിക്കുന്ന അതിനെ എല്ലാം കൂടെ സമാഹരിച്ച് ഇവിടുത്തെ ലിമിറ്റഡ് ടൈമില് പറയാവുന്നത് എങ്ങനെ പറയാം എന്നാണ് ഈ പരമ്പരയിൽ ആഗ്രഹിക്കുന്നത്. ഈ പദം വന്നിരിക്കുന്നത് സോറ്ററിയ എന്ന് പറഞ്ഞ രക്ഷ എന്നുള്ള ഈക്വലത്തിൽ നിന്ന്, ലോഗോസ് നമുക്കറിയാം പഠനം അല്ലെങ്കിൽ ശാസ്ത്രമാണ്. അപ്പം രക്ഷാശാസ്ത്രം സോറ്റിയോളജി വന്നത് സോറ്ററിയ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അതിന്റെ കൂടെ ശാസ്ത്രം അഥവാ ലോഗോസ് എന്നുള്ള പദം. രക്ഷാ ദൈവശാസ്ത്രം, ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ തിയോളജി, രക്ഷ സംബന്ധിച്ച തിയോളജി, രക്ഷയെ സംബന്ധിച്ച സകലതും. ഇത് അനേക ഭക്തന്മാരും പല കാലങ്ങളിലായിട്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തിയിട്ടുള്ളത് പല പുസ്തക രൂപത്തിൽ ലഭ്യമാണ്. അതിനെ കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഈ
നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, മനുഷ്യരാശിയുടെ അവസ്ഥ, രക്ഷയുടെ സ്വഭാവം, രക്ഷ കൈവരിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്നിവയെ കുറിച്ചുള്ള പഠിപ്പിക്കലുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മനുഷ്യ രാശിയുടെ അവസ്ഥ, നമ്മൾ വീണ്ടുപോയ അവസ്ഥയിലാണ്. നമുക്കറിയാം, ഈ കാലത്ത് പാപം എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വളരെ ചുരുക്കി വരിക. മറ്റൊരാളെ ഉപദ്രവിക്കുന്നത് മാത്രമാണ് പാപം, അല്ലാതെ ഒന്നും പാപമല്ല എന്നാണ് ഇന്നത്തെ ഡെഫിനിഷൻ. മറ്റൊരാളെ ഞാൻ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ ഞാൻ പാപം ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ മുറി അടച്ചിരുന്ന മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അത് ആരെയും ഉപദ്രവിക്കാത്തത് കൊണ്ട് പാപമല്ല. ഞാൻ കള്ളു കുടിച്ചാൽ ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അത് പാപമല്ല. അതിന്റെ ഒരു കാലത്താണ്. അപ്പോഴ് മനുഷ്യന്റെ അവസ്ഥ ശരിക്കും എന്താ? നീ മറ്റൊരാളെ ഉപദ്രവിച്ചാലില്ലെങ്കിലും മറ്റൊരാളുടെ അനുവാദത്തോടുകൂടെയാണ് ഒരു തെറ്റ് ചെയ്യുന്നതെങ്കിലും ഇല്ലെങ്കിലും നിന്റെ അവസ്ഥ, എന്റെ അവസ്ഥ വളരെ പാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയെ വിശകലനം ചെയ്യുന്നതാണ് സോറ്റീരിയോളജിയുടെ ഒരു പ്രധാന അല്ലെങ്കിൽ രക്ഷാദൈവശാസ്ത്രത്തിന്റെ. രണ്ടാമത്, രക്ഷ കൈവരിക്കുന്നതിനുള്ള മാർഗങ്ങള്, രക്ഷയുടെ സ്വഭാവം, ദൈവമൊരുക്കിയിരിക്കുന്ന ഈ രക്ഷാമാർഗത്തിന്റെ സ്വഭാവം എന്താണ്? മൂന്ന്, അതിന്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ ഈ രക്ഷ ഒരാൾക്ക് കരഗതമാക്കാം? ഈ കാര്യങ്ങളാണ് ഈ പഠന പരമ്പരയില് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി എന്താ വിശ്വാസ പ്രതിവാദം? വിശ്വാസ പ്രതിവാദം എന്ന് പറഞ്ഞാൽ യുക്തിസഹമായ വാദങ്ങളിലൂടെയും തെളിവുകളിലൂടെയും ബൈബിൾ പഠിപ്പിക്കലിന്റെ തത്വങ്ങളുടെ വ്യവസ്ഥാപിതമായി പ്രതിരോധിക്കുന്നതാണ് വിശ്വാസ പ്രതിവാദം. അതായത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബൈബിൾ പഠിപ്പിക്കുന്ന രക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇവിടെ നമ്മൾ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യും. അതിനെ കുറിച്ചുള്ള തത്വങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒന്ന്, യുക്തിസഹമായിട്ട് ഉത്തരം പറയുക. രണ്ട്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ആ തെളിവുകൾ ബൈബിളിൽ നിന്നുള്ള തെളിവുകളാണ്. അപ്പം ബൈബിളിൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ യുക്തിസഹമായി ഉത്തരം പറയുക. അപ്പം നമ്മൾ വെളിയിലുള്ള ഒരാളോട് ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ബൈബിൾ ദൈവവചനമാണെന്ന് തെളിയിച്ച് തുടങ്ങേണ്ടതായിട്ടില്ല. അത് വേറൊരു വലിയ വിഷയമാണ്. നമ്മളിപ്പോ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും പ്രതിവാദം അല്ലെങ്കിൽ അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യുക്തിസഹമായിട്ടും വചനത്തിൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഒരു കാര്യത്തെ തെളിയിച്ചു കൊടുക്കുക, ബോധ്യപ്പെടുത്തുക, ഒരാളിനെ ബോധ്യം വരുത്തുക. അതാണ് അപ്പോളജറ്റിക്സ്. അത് നമ്മൾ ഇവിടെയും ശ്രമിക്കുന്നതാണ്. യുക്തിസഹമായിട്ട് യേശുക്രിസ്തു മാത്രമേ ഉള്ള രക്ഷാമാർഗം, വചനാനുസരണം യേശുക്രിസ്തു മാത്രമേ ഉള്ള രക്ഷാമാർഗം. ഈ വചനം ദൈവം കർത്താവിന്റെ ഉൾപ്പെടപ്പിലൂടെയും കത്തുന്ന സീനായി മലയിലൂടെയും കടല് പിളർന്നും മണ്ണ് വർഷിച്ചിങ്ങനെ അനേകായിരം അത്ഭുതങ്ങൾ വഴി ഇത് ദൈവവചനമാണെന്ന് തെളിയിച്ച വചനത്തിലൂടെ വെളിപ്പെടുത്തിയതാണ്. അപ്പം നമുക്കിത് ദൈവവചനമാണെന്ന് അംഗീകരിക്കാവുന്ന വചനമാണ്. ഈ വചനത്തിലെ തെളിവുകൾ നിരത്തി. അപ്പൊ ഇത് ദൈവവചനമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്കും ഇതിനെ നിഷേധിക്കാനുള്ള അവകാശമില്ല. ഇത് ദൈവവചനമാണെന്ന് തെളിയിക്കുന്നു, ഇതിലെ തെളിവുകൾ നിരത്തുന്നു. രണ്ട്, യുക്തിസഹമായിട്ട് ഇങ്ങനെ പറ്റൂ. യേശുക്രിസ്തു അല്ലാതെ ഒരു രക്ഷിതാവ് ഉണ്ടാകാൻ കഴിയില്ല. വേറൊരു രക്ഷാമാർഗം ലോകത്തിലില്ല. പാപിയല്ലാതാക്കുന്ന ഒരു രക്ഷ അവകാശവാദവും ലോകത്തിലില്ല. പാപിയല്ലാതാക്കുന്ന, പാപിയെ വിശുദ്ധരാക്കുന്ന വേറൊരു രക്ഷാമാർഗവും ഇല്ല. ആകെയുള്ളത് ബൈബിളിന്റെ രക്ഷാമാർഗമാണ്. ഇത് യുക്തിസഹമായി സ്വീകരിക്കാൻ പറ്റുമോ? നമുക്ക് അംഗീകരിക്കാവുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദൈവം, സർവജ്ഞാനിയായ ദൈവം, തെറ്റാൻ കഴിയാത്തവനായ ദൈവം അരുളി ചെയ്യുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുമോ? അതിനുള്ള ശ്രമമാണ് അപ്പോളജറ്റിക്സിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. യുക്തിരഹിതരായ എതിരാളികളെ നിശബ്ദരാക്കാൻ യേശുക്രിസ്തു ഉപയോഗിച്ച മാർഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ലോകത്തിലെ ഏറ്റവും മറ്റുള്ളവരെ സമ്പുരിപ്പിച്ചവൻ, മറ്റുള്ളവരുടെ ഈ ബലൂണിന്റെ കാറ്റ് ബുദ്ധിപ്പെടുന്നവരായിരുന്നു പലരും. തക്കെന്ന് പറഞ്ഞ് കാറ്റ് കൊടുക്കുക. ഒരിക്കല് കർത്താവ് ഇവരോട് പറഞ്ഞു, നിന്റെ കണ്ണിൽ കോലിരിക്കെ അന്യന്റെ കണ്ണിലെ കരടെടുക്കുന്നത് എന്താണ്? നിന്റെ കണ്ണിൽ കോലിരിക്കെ അന്യന്റെ കണ്ണിലെ കരടെടുക്കുന്നത് എടുക്കാൻ നീ ശ്രമിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു മനുഷ്യൻ നിക്ക് കർത്താവ് നീ പറഞ്ഞ ശരിയല്ല. കരടെന്ന് പറഞ്ഞാൽ വലിയ കണ്ണിന് ഇറിറ്റേഷനും ചോപ്പും ഒക്കെ ഉണ്ടാക്കുന്ന അന്യന്റെ കണ്ണിലെ കരടെടുക്കേണ്ട ആവശ്യമെന്ന് ആരെങ്കിലും പറഞ്ഞു? ഒരുത്തം പോലും കിട്ടില്ലല്ലോ.
ഒരു ഭയങ്കര പണ്ഡിതന്മാരാണ്. ഇവരുടെ ജോലി ഈ വചനപ്പെടുന്ന ന്യായപ്രമാണമായിരിക്കും മാത്രമാണ്, ഉപദേശം മാത്രം. ആരെങ്കിലും തിരിച്ചു വെച്ചോ, എന്റെ കർത്താവേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് വേറൊരുത്തിന്റെ കണ്ണിലെ പൊടിയൊക്കെ പോയി കിട്ടിയാൽ നല്ലതല്ലേ? ആരെങ്കിലും ചോദിച്ചു? എല്ലാം ചോദിക്കും. യേശുക്രിസ്തു പറഞ്ഞവർക്ക് അങ്ങ് അംഗീകരിച്ചു, യേശുക്രിസ്തുവിന്റെ കുഞ്ഞാടുകളാകാവുന്നവരെ തീരുമാനിച്ചോ? രക്ഷിക്കപ്പെട്ടവരെ ഒരു സാധ്യതയില്ല. പിന്നെ ഇവർ ഒത്തുകൊടുക്കുന്നത് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനായിരുന്നല്ലേ? അപ്പൊ ഇവരൊന്നും മാനസാന്തരപ്പെട്ടില്ല. പക്ഷേ ഇവർക്ക് ഉത്തരം മുട്ടി. കാരണം നിന്റെ കണ്ണില് ഒരു കുട്ടി ഇരിക്കുന്നത് നിനക്ക് പ്രശ്നമില്ലെങ്കിൽ മറ്റൊരുവന്റെ കണ്ണിൽ ഒരു കരടിയിരിക്കുന്ന പ്രശ്നമാണെന്ന് നീ എങ്ങനെയാ പറയുന്നത് എന്ന് പറഞ്ഞാൽ, അതേ സുഹൃത്തെ, നീ നിന്നെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുക, നീ പറഞ്ഞതിന് എതിര് പറയുക, അല്ലെങ്കിൽ നീ പരസ്പര വിരുദ്ധമായിട്ട് പറയുക. പരസ്പര വിരുദ്ധമായിട്ട് സാധനം പറയുന്നവരാരാ? ഇങ്ങനെ വല്ല നട്ടുവിളയിട്ടിരുന്നാലേ കണ്ടിട്ടില്ല, ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് പുറത്തേക്ക് അല്ലേ? പരസ്പര വിരുദ്ധമായിട്ട് പറയുന്ന സാധനന്മാർ, അല്ലെങ്കിൽ യുക്തിസഹമായിട്ട് ചിന്തിക്കാൻ കഴിയാത്തവരാണ്. അപ്പൊ ഈ മനുഷ്യര് പരസ്പര വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം കൊണ്ടാണ് അവര് പരീക്ഷന്മാരാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഗുണപ്പെടുത്താൻ നടക്കുക. പക്ഷേ ഈ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തുലവും കുറവുകൾ അവരുടെ ജീവിതത്തിലുള്ളതിനേക്കാളും കുറവാണ്. അപ്പൊ ഈ കർത്താവ് ഉപയോഗിക്കുന്നത് ലോജിക്കിന്റെ ഒന്നാം നിയമമാണ്. എന്തുവാ? ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. ഒരിക്കലും തന്നെ തന്നെ ഖണ്ഡിക്കാൻ പാടില്ല, പരസ്പര വിരുദ്ധമായിട്ട് പറയാൻ പാടില്ല. ഞാനിപ്പോ പറയുക, ഇപ്പം 8 മണിയായി എന്ന് പറയുക, 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പറയുക, ഇപ്പം പകൽ 12 മണിയായെന്ന് പറയുക. ഉടൻ ആരെങ്കിലും ഒരു വണ്ടിയെ കെട്ടി നമ്മുടെ പെരുക്കളൊക്കെ അടുത്ത സ്ഥലത്തേക്ക് എന്തോ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ 1 മിനിറ്റ് കൊണ്ടൊന്നും 8 മണിയിൽ നിന്നും ഉച്ചയ്ക്ക് 12 മണിയാകാൻ പറ്റത്തില്ല. ഇത് ഉച്ചയ്ക്ക് ഉണ്ടാകുന്ന ഏതോ രോഗമാണ് എന്ന് ചിന്തിക്കുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വയം കോൺട്രഡിക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശമില്ല. അങ്ങനെ പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല, ശാസ്ത്രം ഉണ്ടാകത്തില്ല, കണക്കുണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകാൻ കഴിയത്തില്ല. അപ്പൊ അതാണ് കർത്താവ് അരിസ്റ്റോട്ടിൽ പറഞ്ഞ, അരിസ്റ്റോട്ടിൽ പറയുന്നതിന് സൃഷ്ടിച്ചാണ് കർത്താവ്, പക്ഷേ ആ പ്രമാണമാണ് കർത്താവ് ഉപയോഗിച്ചത്. എന്താണ്? ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. ഈ പ്രപഞ്ചത്തിൽ ആരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വെച്ചാൽ വാദമുഖങ്ങൾ നിരത്താൻ പാടില്ല എന്നുള്ള ആ പ്രമാണമാണ്. ഇത് 100 കാര്യങ്ങൾ കർത്താവിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിനോട് അവരൊരു കോയിൻ കൊണ്ട് കൊടുത്തേച്ചാൽ, കർത്താവിനോട് അവർ വന്ന് ചോദിക്കുക, കൈസർക്ക് കര കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? കർത്താവിനോ ഒരു കോയിൻ കൊണ്ടോടാണ്, അതെ മേടിച്ച് നോക്കിയ പോലും അല്ലേ? ഇവിടുത്തെ ഉപദേശമാണെങ്കിൽ മേടിച്ച പോക്കറ്റ് കിട്ടുന്നില്ല, അതൊന്നും ചെയ്തില്ല. അതിലുള്ള രൂപം ആരുടേതാണ്? അപ്പൊ അവര് പറഞ്ഞത് കൈസറിന്. കൈസറിന്റെ സ്വരൂപമാണ് കൈസർ, ദൈവത്തിന്റെ സ്വരൂപമാണ് ദൈവത്തിന്. ഇത് കർത്താവ് എന്താ ലോ ഓഫ് ഐഡന്റിറ്റി അല്ലെ? അതായത് കൈസറിന്റെ സ്വരൂപമുള്ള ഈ നാണയം കൈസറിന്റെയാണ്. ഒരു ചോദ്യം റിപ്ലൈ ചെയ്തു, നിങ്ങളിലുള്ള സ്വരൂപം ആരുടെയാണെന്ന് റിപ്ലൈ ചെയ്ത് കാണും അല്ലേ? ഇവരിലുള്ള സ്വരൂപം ആരുടെയായിരുന്നു? ദൈവത്തിന്റെ അല്ലേ? അപ്പൊ വാസ്തവത്തില് ഇവര് നമ്മളെ തന്നെ യേശുക്രിസ്തുവിന് സമർപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനു പകരം യേശുക്രിസ്തുവിനെ കുറിക്കാൻ നടക്കുക. ഈ കോയിലുള്ള സ്വരൂപം സീസറിന്റെ ആയതുകൊണ്ട് ഇതുകൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ലോകപ്രകൃതി മുഴുവൻ ഉണ്ടാക്കിയത് മാത്രമല്ല, നമ്മളിലുള്ള സ്വരൂപം ദൈവത്തിന്റെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. പക്ഷേ കർത്താവ് ഉപയോഗിച്ചത് ലോ ഓഫ് ഐഡന്റിറ്റിയാണ്. അതായത് ഒരു വസ്തു ഒന്നിൽ അതാണ് അല്ലെങ്കിൽ ഇതാണ്, രണ്ടിനും ഇടയ്ക്കുള്ള ഒന്നാകാൻ പറ്റത്തില്ല, രണ്ടുടമസ്ഥനാകാൻ പറ്റത്തില്ല. എന്നോട് സാറിന് ഒന്നില്ല എന്നൊക്കെ പറയുന്നു. കല്യാണത്തിനൊക്കെ ചോറ് വിളമ്പുമ്പോഴ് വേണ്ട വേണ്ട വേണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതൊരു രണ്ടിനും ഇടയ്ക്കുള്ള പറച്ചില്ല. കൈകൊണ്ട് അതിലോട്ട് പോരട്ടെ കാണിക്കുന്നതൊക്കെ വാറണ്ട് വേണ്ടാന്ന്. ചിലരങ്ങനെ എപ്പോഴത്തേക്ക് നോക്കി എനിക്ക് കൂടി പോയത് അല്ലേ? ഓക്കെ, ഈ ഒന്നില്ല എന്നുള്ള പരിപാടി ലോജിക്കിലില്ല. അത് കൈസറിന്റെ സ്വരൂപമുള്ളതാണ് കൈസറിന്റെ നാണയം. ദൈവത്തിന്റെ സ്വരൂപമുള്ള നിങ്ങള് ദൈവത്തിന്റേതാണ്. അതുകൊണ്ട് ദൈവത്തെ സേവിക്കാൻ നോക്കുക, പരീക്ഷിക്കാൻ നടക്കാതെ ഒരക്ഷരവും കിട്ടിയില്ല.
കർത്താവ് ഒരുപാട് പേരെ ഇങ്ങനെ അവരുടെ ഫോളി, അവരുടെ വിഡ്ഢിത്തരം മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, പഠനത്തിന്റെ വ്യാപ്തി നമ്മള് ഇവിടെ എന്തൊക്കെയാ പഠിക്കാനായിട്ട് പോകുന്നത്? ക്രോഡീകൃത ദൈവശാസ്ത്രത്തിൽ വരുന്ന ഒരു വിഷയമാണ് രക്ഷാദൈവശാസ്ത്രം, സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിലെ മുഴുവൻ കാര്യങ്ങളെയും ഇവിടെ 10 വിഷയങ്ങൾ, ചിലര് 12, 13, പലരുടെ സ്കീമാണ്. ഞാന് ചേംബർ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതന്റെ സ്കീമാണ് ഉപയോഗിച്ചത്. അദ്ദേഹത്തിനെ 10 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഏത് വാക്യങ്ങൾ എടുത്താലും ഈ 10 വിഷയങ്ങളിൽ ഏതെങ്കിലും വരും. ഈ 10 വിഷയങ്ങളായിട്ട് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നതിനാണ് ക്രോഡീകൃത ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് ബൈബിളിനെ മുഴുവനും ഏതാനും ചില വിഷയങ്ങളിൽ സംഗ്രഹിച്ച് പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു രീതിയാണ് ക്രോഡീകൃത ദൈവശാസ്ത്രം. അത് ഒരു പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഉദാഹരണം പറഞ്ഞാല്, നമ്മള് സ്കൂളിൽ കോളേജിൽ പഠിക്കും പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കും അല്ലേ? എലമെന്റ്സിനെ എല്ലാം പല ഗ്രൂപ്പായിട്ട് 120 എലമെന്റ്സിനെ പല ക്ലാസ് ആയിട്ടും പല ഫാമിലി ആയിട്ടും ഒക്കെ തിരിക്കും. ഇതെന്തിനാ? ഈ ഓരോന്നിനെ എടുത്ത് അതിന്റെ എല്ലാ സ്വഭാവം പഠിച്ച് ഒരു മാസ്റ്റർ ആകുന്ന വലിയ പ്രശ്നമാണ്. അതിനു പകരം ഇവരെ പല ഗ്രൂപ്പിലായിട്ട് ആക്കിയിട്ട് ആ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുക. ബൈബിളില് 30,000 വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങളെല്ലാം പഠിച്ച് അതിന്റെ ഗ്രീക്കിലും ഹീബ്രുവിലും ഒക്കെ പോയിട്ട് അതിന്റെ സന്ദർഭമൊക്കെ മനസ്സിലാക്കി പഠിച്ചെടുക്കാന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതിനുവേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഇതിനെ പല കുടുംബങ്ങളായിട്ട് മാറ്റുക. ഇപ്പൊ നമ്മുടെ സഭയിലുള്ള എല്ലാവരെയും കുറിച്ചും ആലോചിക്കുമ്പോൾ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ആലോചിക്കുക എന്നുള്ള വലിയ പാടാണ്. അതേസമയത്ത് ഓരോ വീട് കണക്കിന് പറഞ്ഞു സടിസോറിന്റെ വീട്, ഇത് ഈ ശാഖയില് അമ്മച്ചി അമ്മാച്ചന്മാർ പ്രാർത്ഥിക്കാൻ എടുക്കുക അല്ലെ? അല്ലെ ബാബുസോറിന്റെ കാര്യം പറഞ്ഞാല് ബാബുസോറിന് ആനി സഹോദരി മക്കള് 2 പേര്, ഒരാൾ ഇന്നിടത്ത് ഒരാൾ മറ്റൊരിടത്ത് എടുക്കുക അല്ലേ? സഭയിൽ നമ്മൾ പ്രയത്നിച്ചിട്ട് അങ്ങനെ പല ഫാമിലി ആയിട്ട് അല്ലെ എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെ വാക്യങ്ങളെ തരംതിരിക്കാൻ കഴിയുന്ന തരത്തിൽ തരംതിരിച്ച് ക്രോഡീകരിച്ച് പഠിക്കുന്ന രീതിക്കാണ് ക്രോഡീകൃത ദൈവശാസ്ത്രം എന്ന് പറയുന്നതിന് സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കുറെ ബ്രാഞ്ചസ് ഉണ്ട്. ചേംബറിന്റെ വർഗീകരണം ഞാൻ ഉപയോഗിക്കുന്നത് അനുസരിച്ച് സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ശാഖകള് താഴെ പറയുന്നവയാണ്. സിസ്റ്റമാറ്റിക് തിയോളജിയെ നമുക്ക് ഒരു മരത്തോട് ഉപയോഗിക്കാം. അതിൽ കുറെ ശാഖകളുണ്ട്. അതില് ബിബ്ലിയോളജി ഉണ്ട്, ന്യൂമറ്റോളജി ഉണ്ട്, ഏഞ്ചലോളജി ഉണ്ട്. ഏഞ്ചലിനെ കുറിച്ചുള്ള പഠനമല്ല, ദൂതന്മാരെ കുറിച്ചുള്ള പഠനം അല്ലെ? അതുപോലെ ക്രിസ്റ്റോളജി ഉണ്ട്, കമേഴ്ഷ്യോളജി ഉണ്ട്. ഇങ്ങനെ പല ശാഖകളുണ്ട്. അപ്പം തിയോളജിക്ക് ഇങ്ങനെ പല ശാഖകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേംബറിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 10 എണ്ണമാണ്. അപ്പൊ ഈ ഓരോ ശാഖ ഓരോ വിഷയം അതിനെ നമുക്ക് ഓരോ ബ്രാഞ്ച് വിളിക്കാം. തിയോളജിയുടെ ബ്രാഞ്ചസ് ആണ് ഇവ ഓരോന്നും. ഇതിൽ ഒരെണ്ണം പഠിച്ചാലും അതിലുള്ള സകല വാക്യങ്ങളെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടും. മാത്രമല്ല ഈ വാക്യങ്ങളൊക്കെ ഇന്റർകണക്റ്റഡുമാണ്. അപ്പൊ അതില് ഒരു വാക്യത്തെ കുറിച്ച് നമുക്ക് ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ മറ്റു വാക്യങ്ങളിൽ ഉൾപ്പെട്ട് അനുഭവം. ഈ ടയർ എന്ന് പറഞ്ഞു, ഒരു ടയർ ഉണ്ടെങ്കിൽ അതിന് എത്ര നട്ടും കൊണ്ടുകൊണ്ട് പഞ്ചോദാഹരണങ്ങൾ കട്ടിൽ കാര്യങ്ങൾ പോലെ 3 ആണോ 5 അല്ലേ? അത് ടയർ കൊണ്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ ഇതിട്ട് മുറുക്കും അല്ലെ? അങ്ങനല്ലേ ടയർ ഫിക്സ് ചെയ്യും. ഇതിൽ എത്ര എണ്ണം ഫിക്സ് ചെയ്താൽ ഇത് ശരിയായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. ഒരു ടയർ എടുക്കുക, ഇതിൽ എത്ര നട്ടും കൊണ്ടും നേരെ നേരെ വന്നാണ് രണ്ടെണ്ണം, ബാക്കി 3 ഓട്ടോമാറ്റിക് ആയിട്ട്. ഈ ക്ലാസിഫിക്കേഷന്റെ വലിയൊരു ഗുണം അതാണ്. ഒരു 500 വാക്യങ്ങള് ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 25 വാക്യങ്ങൾ അല്ലെങ്കിൽ 50 വാക്യങ്ങൾ ശരിക്കും പഠിച്ചാൽ തന്നെ ബാക്കി വാക്യങ്ങളെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ എളുപ്പ ഓട്ടോമാറ്റിക് ആയിട്ട്. ഇപ്പൊ ബൈബിൾ പഠിക്കാൻ ഒരു എളുപ്പമാർഗമാണ് ക്രോഡീകൃത ദൈവശാസ്ത്രം. ജയ്ഫറിന്റെ പുസ്തകത്തില് വളരെ ചെറുതാണ്, 3000 പേജേ ഉള്ളൂ, 8 വോളിയം. പക്ഷേ ഇതൊരു ജീവകാലത്ത് സാധിച്ചെടുക്കാൻ പറ്റും അല്ലെ? തീർച്ചയായിട്ടും. ഓക്കെ, ഇതാണ് ക്രോഡീകൃത ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിന്റെ ബ്രാഞ്ചസ്, ബിബ്ലിയോളജി,
അല്ലെങ്കിൽ വചനശാസ്ത്രം ഓർക്കുന്ന ആരെങ്കിലും പഠിച്ചായിരുന്നു ആരെങ്കിലും? വചനശാസ്ത്രം നമ്മളിവിടെ ഒരു സീരീസ് എടുക്കാം അല്ലേ? ഓർക്കുന്നോ? പഴയ ഇതിലേക്കൊക്കെ ബാക്കി വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകളുടെ നോട്ടേക്കാണ് കിടക്കണം വചനശാസ്ത്രം. പിന്നെ വചനശാസ്ത്രം. അടുത്തത് തിയോളജി പ്രോപ്പർ എന്ന് പറഞ്ഞ ദൈവത്തെ കുറിച്ചുള്ള ശാസ്ത്രം, ദൈവ സ്വരൂപ ശാസ്ത്രം, ത്രിത്വം, ഏകത്വം, അല്ലെങ്കിൽ കന്യകാജനനം, അല്ലെങ്കിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടായിരിക്കുന്നത്, യേശുക്രിസ്തുവില് മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ എങ്ങനെയാണ് സമന്വയിപ്പിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് തിയോളജി പ്രോപ്പർ അല്ലെങ്കിൽ സ്വരൂപശാസ്ത്രം. ഇത് ഏഞ്ചലോളജി, ഭൂതശാസ്ത്രം. ഇതിനകത്ത് ഭൂതങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ ദൂതന്മാർ എങ്ങനെ അറിയുന്നത്, സാത്താൻ എന്ന് പറഞ്ഞ ആരാ, സാത്താനിൽ ഒരു കൃത്വമുണ്ട്, അതെന്താ, ഇതൊക്കെ പഠിക്കുന്നതാണ് ഭൂതശാസ്ത്രം. അതുപോലെ ഇത് നരവംശശാസ്ത്രം. നരവംശശാസ്ത്രം പരിചയമുണ്ടോ? നമ്മുടെ സീരീസ് എടുത്താ 15 ക്ലാസ്. അപ്പൊ ഇതാണ് മനുഷ്യന്റെ സൃഷ്ടി, ഘടന, വീഴ്ചയുടെ ഫലങ്ങൾ, ഇങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് ആന്ത്രോപോളജി. അതുപോലെ കമേഴ്ഷ്യോളജി, പാപത്തെ കുറിച്ചുള്ള പഠനം. പാപം എന്ത്, എങ്ങനെ മനുഷ്യൻ പാപിയായി, പാപത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, പാപത്തിന്റെ ശിക്ഷ എന്തൊക്കെയാണ്, ഇതെല്ലാം പഠിക്കുന്നതാണ് കമേഴ്ഷ്യോളജി. പിന്നെ ക്രിസ്റ്റോളജി, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം, ക്രിസ്തുശാസ്ത്രം, ക്രിസ്തുവിന്റെ വ്യക്തിത്വം, ദൈവത്വം, മനുഷ്യത്വം, ജഡധാരണം, സ്ഥാനങ്ങൾ, വീണ്ടെടുപ്പ്, പ്രവൃത്തി, ഇങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. ഞാൻ ഉദാഹരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ക്രിസ്റ്റോളജി. അതുപോലെ സോറ്റീരിയോളജി, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷാ ദൈവശാസ്ത്രം. എക്ലീഷ്യോളജി അല്ലെങ്കിൽ സഭയെ കുറിച്ചുള്ള ദൈവശാസ്ത്രം. സഭ എന്ന് പറഞ്ഞാൽ എന്താ? സഭയെ കുറിച്ച് പോലും പലപ്പോഴും കൺഫ്യൂഷനാണ്. പല പ്രമുഖന്മാരെ പ്രസംഗിക്കുമ്പോൾ പറയും സ്ഥലം സഭ യേശുക്രിസ്തുവിന്റെ ശരീരമാണെന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കാം, സ്ഥലം സഭ യേശുക്രിസ്തുവിന്റെ ശരീരമാണ് ആണോ? അപ്പൊ എത്ര ശരീരങ്ങളുണ്ടെന്ന് കേൾക്കാം. പല ദൈവങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പല തലയും ഒരു ശരീരമുള്ളൂ. പക്ഷെ നമ്മളുടെ പലരെ കൺസീവ് ചെയ്തിരിക്കുന്നതിനെ തിരിച്ചാണ്. അപ്പൊ ഓരോ സ്ഥലം സഭ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. യേശുക്രിസ്തു തലയെ എന്ന് പറഞ്ഞാൽ ഒരു തലയുടെ ചേർത്ത് ലക്ഷക്കണക്കിന് ശരീരങ്ങളെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പം ഈ രംഗങ്ങളിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് എക്ലീഷ്യോളജി. ടൈപ്പോളജി. ടൈപ്പോളജി എന്ന് പറഞ്ഞാൽ നിഴൽ പൊരുൾ പറഞ്ഞ രീതി. പഴയ നിയമത്തില് ചില നിഴലുകളുണ്ട്, നിഴലുകളുണ്ട്. അത് പുതിയ നിയമത്തിലെ എന്തിന്റെയോ പൊരുളാണ്. ഈ നിഴൽ പൊരുൾ ബന്ധത്തെ കുറിച്ച് പഠിക്കുന്നതിനാണ് ടൈപ്പോളജി. ഇതിലും ഒരുപാട് അബദ്ധങ്ങൾ മനുഷ്യർ കാണിക്കാറുണ്ട്. പുതിയ നിയമത്തിൽ സൂചനയില്ലാത്ത ഒരു കാര്യത്തിന് അത് ടൈപ്പാണെന്ന് ഉറച്ചു പറയാനുള്ള അവകാശം നമുക്കില്ല. പക്ഷെ ഏതെങ്കിലുമൊക്കെ എടുത്ത് ടൈപ്പോളജി പറയുന്നവരുണ്ട്. പണ്ട് ദാവീദ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയതിനെ യേശുക്രിസ്തു മനുഷ്യരെ നോക്കിയതിനുമായിട്ട് താരതമ്യപ്പെടുത്തി ഒരാൾ ടൈപ്പ് പറഞ്ഞു. ഇത് അബദ്ധമാണെന്ന് ആലോചിച്ചു. യേശുക്രിസ്തു ദാവീദ് അതിന്റെ മുകളിൽ നിന്ന് പട്ടുപാവിൽ നിന്ന് ആരെയോ നോക്കി പാപം ചെയ്തതിന് യേശുക്രിസ്തു മനുഷ്യരെ നോക്കിയതിന്റെ നിഴലാണെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല. ബൈബിളിൽ അതിനുള്ള സൂചനയുണ്ടെങ്കിൽ യെസ്, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായമാണ് നമ്മുടെ നാട്ടിൽ പറയാമെന്നല്ലാതെ. ഇതാണ് ക്രോഡീകൃത ദൈവശാസ്ത്രത്തിന്റെ ബ്രാഞ്ചുകൾ. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? രക്ഷാ ദൈവശാസ്ത്രത്തിന് നരവംശശാസ്ത്രം, ഭാവശാസ്ത്രം, ഭാവികാലശാസ്ത്രം എന്നിവയായി വലിയ തോതിലും മറ്റുള്ളവയുമായിട്ട് ഒരു ചെറിയ ഓവർലാപ്പിംഗ് ആണ്. ഈ ക്രമീകൃത ദൈവശാസ്ത്രത്തില് ഒരു ബ്രാഞ്ച് എടുത്തിട്ട് അതിനെ മറ്റതിൽ നിന്ന് പൂർണ്ണമായിട്ട് വേർതിരിക്കാനായിട്ട് കഴിയും. ഓവർലാപ്പിംഗ്. അപ്പം ഈ സോറ്റീരിയോളജി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റു പലതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന കാര്യം. അപ്പൊ അതുകൊണ്ടുള്ളൊരു ഗുണമുണ്ട്. അത് പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ ആന്ത്രോപോളജി പഠിച്ച പല കാര്യങ്ങളും ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നതായിട്ട് വരും. അപ്പൊ അത് ഇനി പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മള് ഈ ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ച് പോകുന്നതാണ്. ഇനി
അതിനാൽ മറ്റു ശാഖകളിൽ വരുന്ന വിഷയങ്ങളും ഈ പഠനത്തിൽ കൈകാര്യം ചെയ്യുന്നതാണ്. ഒരു ചോദ്യോത്തര രീതി പിന്തുടരുന്നതാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. സമ്മതമാണെങ്കിൽ ഇപ്പോൾ പറയണം. ഓക്കെ, ഒരു ചോദ്യോത്തര രീതിയായിരിക്കും നമ്മൾ അനുഗമിക്കുന്നത്. ഓക്കെ, ഇത് വളരെ സമഗ്രമായിട്ടുള്ള ഘട്ടമാണ് ഈ ബൈബിളിക രക്ഷാശാസ്ത്രത്തിന്റെ പഠിപ്പിക്കുന്നില്ല. ബൈബിളിക രക്ഷാശാസ്ത്രം വളരെ കോംപ്രിഹെൻസീവാണ്. ഇതിനകത്ത് ആർക്കും അതില്ല ഇതില്ല ഇനി ഈ സംശയം ഉണ്ടെന്ന് പറയാനുള്ള സ്കോപ്പില്ല. വളരെ പൂർണ്ണതയുള്ള കോംപ്രിഹെൻസീവ് സമഗ്രമായിട്ടുള്ള ഒരു പഠനമാണ് രക്ഷാശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനം. അത് മുഴുവൻ ഞാനിവിടെ പ്രസന്റ് ചെയ്യാൻ കഴിയുകയില്ല, എനിക്ക് മുഴുവൻ മനസ്സിലായെന്ന് കരുതില്ല. എന്നാൽ ഇതിനെ കുറിച്ചുള്ള നമ്മുടെ ആധികാരിക ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് ഒരു ചോദ്യത്തിനും മറുപടി ഇല്ലാതിരിക്കാതെ കണ്ടോ. ആര് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും, രക്ഷയെ കുറിച്ച് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും യേശുക്രിസ്തു മാത്രമേ ഉള്ള രക്ഷിതാവ്. യെസ്, ഇന്ന കാരണങ്ങളാണ്. ഒരാൾ മരിച്ചാൽ ഇത്ര പേർക്ക് രക്ഷ കിട്ടുമോ? യെസ്, ഇന്ന കാരണങ്ങളാണ്. 2000 വർഷം മുമ്പ് നടന്ന അതുകൊണ്ട് ഇന്ന് പ്രഭാവമുണ്ടോ? യെസ്. യേശുക്രിസ്തു മരിച്ചില്ലേ, എല്ലാവർക്കും രക്ഷിക്കില്ലേ, വിശ്വസിക്കണമെന്നുള്ള നടപടിക്രമം എങ്ങനെയാ? അതിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ സർവ സ്നേഹിയായ ഒരു ദൈവം കുറെ പേരെ നിത്യ നരകത്തിലേക്ക് വിടുന്നു, അതങ്ങനെ പറ്റും? ഉത്തരമുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സമഗ്രമായിട്ട് നമ്മുടെ ഈ വിഷയത്തെ സംബന്ധിച്ച ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ കഴിയുന്നതാണ് ബൈബിളിക രക്ഷാശാസ്ത്രം. ബൈബിളിക രക്ഷാശാസ്ത്രത്തിൽ താഴെ പറയുന്നു: ഒരു മനുഷ്യന്റെ പതനം, മനുഷ്യന്റെ രക്ഷ, മനുഷ്യന്റെ ആത്യന്തികമായ മഹത്വീകരണം. ഇതിനെന്ത് പറ്റും? ഈ രക്ഷിക്കപ്പെട്ടത് എന്തായി തീരും? അത് മുഴുവനായിട്ട് പഠിപ്പിക്കുന്ന ഒരു ശാഖയാണ് ഈ ദൈവിക രക്ഷയെ കുറിച്ചുള്ള പഠനം. അപ്പം ഇതിനകത്ത് മനുഷ്യന്റെ വീഴ്ച, അതുപോലെ മനുഷ്യന്റെ രക്ഷ, ആത്യന്തികമായി മനുഷ്യൻ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇതൊന്നും മനുഷ്യൻ സംഭവിക്കാൻ പോകുന്നത് മുഴുവനായിട്ടൊന്നും മനസ്സിലാക്കി, പക്ഷേ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ അതാണ് വിശദീകരിക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പോഴാണ് സെഷനിലേക്ക് കടക്കുന്നത്. ഇവരെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഓക്കെ, ഒന്നാമത്തെ സെഷനില് ക്രിയേഷൻ, ഫ്രീഡം ആൻഡ് ദ നേച്ചർ ഓഫ് മാൻ, സൃഷ്ടി, സ്വതന്ത്ര ഇച്ഛാശക്തി, മനുഷ്യന്റെ സ്വഭാവം, ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സൃഷ്ടി, സ്വതന്ത്ര ഇച്ഛാശക്തി, മനുഷ്യന്റെ സ്വഭാവം. വാസ്തവത്തിൽ ഇത് ആന്ത്രോപോളജിയിലും ഒക്കെ വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. ഇത് കുറേയൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്യുന്നതാണ്. നമ്മുടെ സീനിയർ സൺഡേ സ്കൂൾ ക്ലാസ്സിലും ഇതിൽ പലതും ചർച്ച ചെയ്യുന്നതാണ്. ഒരു ആവർത്തനം വരും, പക്ഷേ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. ഓക്കെ, ഇതിൽ ഞാൻ ഉൾപ്പെടുത്തി ഈ ചോദ്യങ്ങൾ സാധ്യമാണ്. ദൈവ നിത്യതയിൽ തന്നെ തന്റെ സൃഷ്ടിയുടെ ഭാവി കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം അറിയുന്നുണ്ടോ? കണ്ടു തന്നെ ദൈവം എല്ലാം അറിഞ്ഞിരുന്നു. അറിഞ്ഞിട്ടാണ് ഈ പണി കാണിച്ചത്, അല്ലേ? മനുഷ്യനെ ഇങ്ങനെ ഭാവിയായിട്ട് സൃഷ്ടിച്ചത്. ഇവൻ കിടന്ന് കയ്യിൽ കാലും വിട്ട് അടിക്കും, അവസാനം ഇവൻ നരകത്തിൽ പോയി വീഴും. ഇതെല്ലാം അറിഞ്ഞിട്ടാണോ സൃഷ്ടിച്ചത്? ഇത് പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ്. ദൈവം നിത്യതയിൽ തന്നെ തന്റെ സൃഷ്ടിയുടെ ഭാവി കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം അറിയുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവം ഈശ്വരനാണോ? ദൈവം സർവജ്ഞാനിയാണോ? സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ നിത്യതയിൽ എല്ലാം അറിയുന്നുണ്ട്. നാളെ നടക്കാൻ പോകുന്നത് എന്തറിഞ്ഞാൽ സർവജ്ഞാനിയാകുക, നിത്യതയിൽ തന്നെ അറിയാം സർവജ്ഞാനി. അപ്പം ദൈവം സർവജ്ഞാനിയാണോ? ആണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ ഈ പണിയൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ള നിരീശ്വരന്മാരുടെ ചോദ്യത്തിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. അതുപോലെ രണ്ടാമത്തേത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് നല്ല സുഖമായിട്ട്, അല്ലേ? എസി റൂം എഴുതിയിരിക്കുന്നു, സുഖമായിട്ട് താല്പര്യം, അല്ലെ? അവിടെ ഇരുന്ന ദൈവത്തിന് ഈ ബുദ്ധി തോന്നി എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ സൃഷ്ടിക്കാൻ പറയുന്നത്? എന്തിനാ സൃഷ്ടിച്ചത്? ഈ ഇടങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ആവശ്യം ഉണ്ടായിരുന്നോ? അതുപോലെ സൃഷ്ടിയുടെ സമയത്ത് മനുഷ്യൻ പൂർണ്ണനായിരുന്നുവോ? മനുഷ്യൻ സമ്പൂർണ്ണമായിട്ട് എന്തുവരെ ഇപ്പൊ ഉത്തരം പറഞ്ഞു, അല്ലേ? നല്ല വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യൻ വീഴ്ചയ്ക്ക് മുമ്പ് മനുഷ്യൻ വീഴാതിരിക്കാൻ ദൈവം അത്
അവനെ സ്വതന്ത്ര ഇച്ഛയോടുകൂടെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? അവനെ മനുഷ്യൻ വീഴാതിരിക്കാൻ ദൈവം അവനെ സ്വതന്ത്ര ഇച്ഛാശക്തിയോടെ സൃഷ്ടിച്ചത് നേരെ തിരിച്ചാണ്. വീഴാതിരിക്കാൻ ദൈവം അവനെ സ്വതന്ത്ര ഇച്ഛാശക്തി ഇല്ലാതെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? ഈ തീരുമാനമെടുക്കാനുള്ള ബോധം തന്നല്ലേ പ്രശ്നമാണ്, അല്ലെ? ഈ ടേബിള് ഞാൻ മറന്നുകൊണ്ടിരിക്കുക, ഓടിയിട്ടില്ല, ചാടിയിട്ടില്ല, അല്ലെ? അല്ലെ മേശ, നമ്മളിരിക്കുന്ന കട്ടില്, കസേര, അല്ലെ? എല്ലാം ഓടിയിരിക്കുക, ഒരു ചേഞ്ചുമില്ല, ഒരനുസൃതക്കേടും കാണിക്കുന്നു. അതേസമയം നമ്മൾ തന്നെ ഇതിനിടയ്ക്ക് എന്തെല്ലാം കുഴപ്പം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്തയുടെ ഇതിലൊക്കെ കടന്നില്ല. തരത്തിലുള്ള മോനെ, കൊച്ചുമോനെ, ജീവിക്കലുള്ള ബന്ധുവിനെ പലതും ഒക്കെ ചിന്തിച്ചാണ്. ഈ പുള്ളി എന്തൊക്കെയാ പറയുന്നത്? സുരക്ഷ എന്തുണ്ടാ പറയുക, അല്ലെ? എന്തൊക്കെ ചിന്തിച്ചോ, അല്ലെ? ഈ മനുഷ്യൻ വീഴാതിരിക്കത്തക്ക വിധത്തില് അവനെ സ്വതന്ത്ര ഇച്ഛാശക്തി ഇല്ലാതെ സൃഷ്ടിച്ചാൽ പോരായിരുന്നു. എന്തുകൊണ്ടാണ് സ്വതന്ത്ര ഇച്ഛാശക്തിയോടുകൂടെ മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം ഒരു അബദ്ധമല്ലേ കാണിച്ചത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നം മുഴുവൻ. ഒരു കാള പാപമെല്ലാം ചെയ്തു. ശങ്കരന്റെ വീട്ടിൽ നിന്ന് കാള കയറഴിച്ചു പോയി. അത് വെളിയിൽ ചെന്നപ്പോഴ പല മർമ്മത്തെ ഇങ്ങനെ നോക്കി. അവസാനം ശങ്കരന്റെ എതിരാളിയായ സോമന്റെ പറമ്പിൽ കയറി കപ്പ തിന്നാൻ തീരുമാനിച്ചു. അവനെ നടക്കും ഒരു കളയ്ക്കും പറ്റുന്നത്, അല്ലെ? ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത്, മനഃപൂർവ്വം ഒരു തീരുമാനം എടുത്ത് ഒരു കാര്യം ചെയ്യാൻ ഒരു കാളയോ ഒരു ഇല്ലിക്കോ പോത്തിനോ പോത്തായിരിക്കും കുറച്ചുകൂടെ ചെയ്യുന്നത്. കാരണം നമ്മൾ പണ്ട് പഠിച്ചോ ഒരു പോത്തിനോ, അല്ലെ? ഒരിക്കലും മനഃപൂർവ്വം ഒരു തെറ്റ്, മനഃപൂർവ്വം ഒരു അനുസരണക്കേട്, ഒരു ഈവിള ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ പറയുന്നത് എന്തിനാ? ഇച്ഛാശക്തി കൊടുത്ത് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. മനുഷ്യൻ വീഴ്ചയ്ക്ക് മുമ്പ് നന്മയും തിന്മയും എന്താണെന്ന് അറിഞ്ഞിരുന്നുവോ? അറിഞ്ഞിരുന്നോ? വീഴ്ചയ്ക്ക് മുമ്പ് നന്മയും തിന്മയും അറിയാമായിരുന്നു. അതോ ഈ പഴം പറിച്ചപ്പോഴാണോ നന്മയും തിന്മയും അറിഞ്ഞത്? ഇങ്ങനെ പറഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്. അതിനു മുമ്പേ നന്മയും തിന്മയും അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്തോ ഒരു പുള്ളിയാണ്. നന്മയും തിന്മയും അറിയാത്ത, കിടങ്ങയും വലങ്ങയും അറിയാത്ത, വിവരമില്ലാത്ത ആളുകളായിട്ട് അവിടെ സൃഷ്ടിക്കുന്നേ. ഇതെന്തൊട്ട് പണിയാതിരിക്കുന്നല്ലേ? ആ ചോദ്യം ഇനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മരം ഉണ്ടാക്കി, അല്ലെ? ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഒക്കെ വരും. ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഈ സൃഷ്ടിക്കുന്നത്. ചോദ്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ 50 നിർത്തണം എന്നുള്ള ഭഗീരഥയുടെ ഭാഗമായിട്ടാണ് എണ്ണം കുറച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന പോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ദൈവം നിത്യതയിൽ തന്നെ തന്റെ സൃഷ്ടിയുടെ ഭാവി കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം അറിയുന്നുണ്ടോ, അറിയുന്നുണ്ടായിരുന്നുവോ? കാരണം ഇത് നിരീക്ഷകന്മാരുടെ ചോദ്യങ്ങളാണ്. ഒന്നുകിൽ നിങ്ങളുടെ ദൈവത്തിന് സർവജ്ഞാനിത്വം ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം പാപം ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമല്ല. Your God is not God. അല്ലേ? മുന്നമേ അറിയാവുന്നവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടത്തില്ല. ഇനി അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തെങ്കിൽ ഈ എൻജോയ്സ് അങ്ങനെ ചെറുതല്ലേ? നമ്മുടെ ചില ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കയറിയാണ് ഒരു വിധി കുറെ മണ്ണത്തിലോ മറ്റുള്ളവരെ കുറെ കുറ്റമൊക്കെ പറഞ്ഞ് എഴുതുന്നു. അതിനുമില്ല ഈ കുറുക്കൻ കാട്ടിൽ നിന്ന് ഒരു കുറുക്കൻ ഒരു പൂമ്പം ബാക്കി കുരുക്കുമ്പോഴെല്ലാം അതേ ബാക്കി എന്ന് പറഞ്ഞതുപോലെ രസിക്കും. അങ്ങനെ ഒരാളാണോ ദൈവം? നേരത്തെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വരും. ദൈവം സർവ്വജ്ഞാനിയാണോ യഥാർത്ഥമായിട്ട്? ആണെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിയതാണോ? എന്തേ ദൈവം ഇങ്ങനെ ചെയ്തു? ഒന്ന്, ദൈവം സർവശക്തനും സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയും നിത്യനും ആയിരുന്നേ മതിയാകൂ. ദൈവം സർവശക്തനാകണം. അതായത് ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഊർജം നോക്കിയാൽ ഇതുണ്ടാക്കുന്ന ഒരു ദൈവം സർവശക്തനായേ മതിയാകൂ. ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ എത്ര ഊർജം ഉണ്ടാക്കി? സഹോദരിമാരുടെ
എപ്പോഴും ചോദിച്ചാൽ രാവിലെ 3-4 കുട്ടി പുട്ടുണ്ടാക്കുന്നതിന് ഒരു പാട് എത്ര കഷ്ടപ്പാടല്ലേ. 2-3 ദിവസം മുമ്പേ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ട് അരി കുടിക്കണം. അത് കുടിക്കത്തില്ല. അവസാനം കുറെ പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ചുകൊണ്ട് ദിവസമാണ്. ഈ പ്രപഞ്ചം ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രക്രിയ, ഈ പ്രപഞ്ചത്തിന് ആവശ്യമായ ഊർജം ഉണ്ടാക്കിയ ദൈവം സർവശക്തനാണേലേ മതിയാവും. ഇത് ബൈബിൾ മാത്രം പറയുന്നതല്ല, ശാസ്ത്രവും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് യുക്തിയും ശാസ്ത്രവും ഒക്കെ അപ്പോളജറ്റിക്സിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ദൈവം സർവശക്തനാണേലേ പറ്റൂ. ഇത്ര വലിയ കോടാനുകോടി ട്രില്യൻസ് നക്ഷത്രങ്ങളെയും സൂര്യന്മാരെയും സൃഷ്ടിച്ച, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ഈ ദൈവം ഒരു സർവശക്തനാണെങ്കിലേ മതിയാകൂ. It cannot be otherwise. അല്ലാതെ പറ്റത്തില്ല. ശാസ്ത്രത്തിന്റെ തെർമോഡൈനാമിക്സിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഒരു മുൻനുറവിടത്തിൽ നിന്ന് പുതിയ ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഈ മാസം കറണ്ട് ബില്ല് അടച്ചില്ലെന്ന് വിചാരിക്കുന്നു. ഷെയറിംഗ് ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് കറണ്ട് കെട്ടിയിരുന്നു. അടുത്ത മാസം സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങത്തില്ല, ലൈറ്റ് കിട്ടത്തില്ല അല്ലേ? അതിനൊരു ഉറവിടം വേണം. ആ ഉറവിടം എന്ന് പറയുന്നത് ഇടുക്കി ഡാമിലെ ജനറേറ്ററോ അല്ലെങ്കിൽ വേറെ എന്തിയോ കൽക്കരി കത്തിക്കുന്ന ജനറേഷൻ സ്റ്റേഷനോ ആ ഉറവിടത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുള്ളൂ. അവിടെ അതുണ്ടാക്കുന്നത് വേറെ എന്തോളം പറ്റിയിരുന്ന വെള്ളം ഉപയോഗിച്ചോ, ശക്തി ഉപയോഗിച്ചോ, കൽക്കരി കത്തിച്ചോ. ആത്യന്തികമായിട്ട് എല്ലാം സൃഷ്ടിതാവിലെത്തും. ഈ വെള്ളമുള്ളതും കൽക്കരി ഉള്ളതും ഒക്കെ ഒരു സൃഷ്ടിതാവിന്റെ സൃഷ്ടിയുടെ വൈഭവമാണ് എന്ന് പറഞ്ഞാൽ, ശാസ്ത്രം അനുസരിച്ച് തന്നെ ദൈവം അനിവാര്യനാണ്. അനിവാര്യനായ ഒരാളെ ഇല്ലെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അങ്ങനെ പറഞ്ഞ പ്രശസ്തനായ ഒരു ഇന്ത്യൻ സാഹിത്യത്തിലാണ്. അനിവാര്യമായ ഒന്നാണ്, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പേരിന്റെ പറയാൻ ദാസൻ, യേശുദാസനല്ല, കാളിദാസൻ. പുള്ളി എന്നാ ചെയ്യും? ഒരു മരത്തിൽ ഇരുന്നിട്ട് ആ മരത്തിന്റെ കൊമ്പ് മുറിച്ചു, ഇരിക്കുന്ന കൊമ്പനെ ഇങ്ങനെ മുറിച്ചു തലകുത്തി താഴെ. ഈ കമ്പ് ഇരിക്കാൻ അനിവാര്യമാണെന്ന് പുള്ളിക്ക് അറിയത്തില്ല. വസ്തുതയായിട്ടുള്ള അനിവാര്യമല്ലേ? അത് വേണ്ടി ആ വീഴുന്നത് മനസ്സിലായി. അനിവാര്യത്തെ കുറിച്ച് അറിയില്ല. അനിവാര്യതയെ കുറിച്ച് അറിയാത്ത ഒരു മണ്ടന്മാർ. പുള്ളി ഒരു വിഡ്ഢി കുഷ്മാണ്ടനായിട്ടാ നമ്മുടെ സങ്കല്പത്തിലൊക്കെ പറയുന്നത് കാളിദാസനെ എന്ന് പറഞ്ഞ പോലെ അനിവാര്യത ഉണ്ടെങ്കിൽ ആ കാര്യത്തെ ഡിലേ ചെയ്യാൻ പറ്റത്തില്ല. ഇൻഎസ്കേപ്പബിലിറ്റി എന്ന് പറയും. ഇത് ഇൻഎസ്കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡിഡക്ഷനാണ്. ഈ പ്രപഞ്ചം ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ ഒരു ദൈവം ഉണ്ടായതിനെ മതിയാകൂ. എന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ ഈ കറണ്ട് എവിടെയും ഉത്പാദിപ്പിക്കുന്നുണ്ട്. അത് ഉത്പാദിപ്പിക്കുന്ന റോ മെറ്റീരിയൽസ് ഉണ്ട്. മുൻപുറവിടത്തിൽ നിന്നേ കറണ്ട് വരുന്നുള്ളൂ. അത് ഉപയോഗിച്ച് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാം, ഊർജ്ജം ഉത്പാദിപ്പിക്കാം എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ ആവശ്യമായ ഊർജ്ജം, അതാണ് അതിന്റെ റോ മെറ്റീരിയൽ. ഇഷ്ടിക ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽ, അതുണ്ടാക്കുന്ന സാധനം മണ്ണ് എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. അത് എബ്രായലേഖനം 11:3 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന് കാരണം കാണുന്നതല്ല കാണാത്തതാണ്. ഈ പ്രപഞ്ചത്തിന്റെ കാരണം കാണുന്നതല്ല കാണാത്തതാണ്. ഊർജമാണ് ഈ പ്രപഞ്ചത്തിന്റെ കാരണം. ഈ ഊർജം ഉണ്ടാക്കണമെങ്കിൽ ഒരു മുന്ന് ഊർജ ഉറവിടം ഉണ്ടായേ പറ്റൂ. ആ ഊർജ ഉറവിടം നിത്യനായിരുന്നേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് പുറകോട്ട് ചോദിക്കാം, കൽക്കരി ആരുണ്ടാക്കി? അത് മരത്തിൽ നിന്നുണ്ടായിരുന്നു. മരത്തിൽ മേൽ പ്രഷറൊക്കെ വന്നപ്പോൾ അത് മണ്ണിനടിക്കുന്നതായതാണ്. ആ മരം ആരുണ്ടാക്കി? അവസാനം ചെയ്യുന്ന ദൈവത്തിലൊക്കെ കഴിയും എന്ന് പറഞ്ഞതുപോലെ അവസാനം ഒരു മുൻനുറവിടം, ഒരു ആദ്യ കാരണൻ, ഒന്നാമത്തെ ആള്, ഒരു പ്രൈം മൂവർ ഒന്നാമനെ കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഒരു നിത്യനായ ആദ്യകാരനെ കണ്ടുപിടിച്ചേ പറ്റൂ. ആ ആദ്യകാരൻ സർവശക്തനാണ്. രണ്ടാമത് സർവജ്ഞാനിയായി പറ്റൂ. അതെങ്ങനെയാണ്? ഈ പ്രപഞ്ചത്തെ എടുത്ത് നോക്കിയാൽ മതി, രാജ്യം എടുത്ത് നോക്കിക്കേ. ആരെ പറഞ്ഞിരിക്കുന്നത്? ഈ ഹിമാലയ ലോകത്തിലുള്ള ആറ്റങ്ങളുടെ എല്ലാം വാക്വം വലിച്ചങ്ങ് മാറ്റുക. ശൂന്യത, രാജ്യം മുഴുവൻ ശൂന്യതയാണ്. 99.3% ശൂന്യതയാണ്.
അപ്പൊ ഹിമാലയം എടുക്കുക, ഓരോ ആറ്റവും പിടിക്കുക, ഒരു സിറിഞ്ച് ഉപയോഗിച്ച് അതിന്റെ ശൂന്യത വലിച്ചെടുക്കുക. പിന്നെ ഹിമാലയം എത്രയും കാണും എന്ന് പറഞ്ഞാൽ ഈ ഹിമാലയങ്ങളിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് ശൂന്യത കൊണ്ടാണ്. അതാണ് ഡിസൈൻ, അതാണ് ഇന്റലിജൻസിന്റെ അങ്ങേയറ്റം. നമ്മുടെ ഒരു കോശം അതിനകത്ത് അതിന് ഒരു മുട്ടുസൂചിയുടെ കുത്തുന്ന അറ്റത്തിന്റെ വലിപ്പമില്ല, അതിലൊക്കെ വളരെ ചെറുതാണ്. ഈ കോശം എടുത്താൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 30,000 പേജുകളിൽ എഴുതാത്തക്ക ഇൻഫർമേഷൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു സർവ്വജ്ഞാനിക്ക് ഇങ്ങനെ കഴിയത്തുള്ളൂ. ശാസ്ത്രം പറയുമ്പോൾ ഇതൊക്കെ തനിയെ ഉണ്ടായതാ, അബദ്ധത്തിലുണ്ടായതാ. ഓരോ ആറ്റങ്ങൾ കൂട്ടിയിടിച്ചപ്പോൾ ഇങ്ങനെ ക്രമീകരിച്ചു വന്ന മറ്റത്തിൽ അറിയപ്പെട്ടവരെ ഇത്രയും വൈഭവമാർന്ന ഒരു ഡിസൈനുള്ള പ്രപഞ്ചം, ഒരു ആറ്റം, ഒരു സെല്ല്, അതിനകത്ത് ഒരു ഭാഗം, ഒരു DNA തന്മാത്ര, ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനകത്തുള്ള വൈഭവം അങ്ങേയറ്റം. ചുമ്മാ ടെലിഫോണിൽ ഇരുന്ന് ഇത് തന്നെ ഉണ്ടായാൽ ഏത് ബുദ്ധിക്കും പറയാം. പക്ഷേ ഇതിനകത്തെ കോംപ്ലക്സിറ്റി, സങ്കീർണതയിലേക്ക് പോയാൽ ബുദ്ധിയുടെ ഒത്തിരി പറയാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഉണ്ടായത്. ലോകത്ത് ഒരു ജീവിയില്ലായിരുന്നപ്പോഴ് ഒരക്ഷരം പോലും ഇല്ലായിരുന്നു. അതിൽ നിന്ന് 325 കോടി അക്ഷരങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് നമ്മുടെ DNA. എന്റെ കണ്ണിന്റെ നിറങ്ങളായിരിക്കണം, എത്രാം വയസ്സിൽ ആയിരിക്കണം, സൈഡിൽ നിന്ന് തുടങ്ങണം, മോളിൽ നിന്ന് തുടങ്ങണം, കഷണ്ടി എങ്ങനെ വേണോ, വികസനി വേണോ, വികസനി വേണോ, കളർ എന്തായിരിക്കണം, ഹൈറ്റ് എത്ര വേണം, ഇങ്ങനെ അനേകായിരം ക്യാരക്ടേഴ്സ്, സ്വഭാവങ്ങളെ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ഈ DNA പുസ്തകം കണ്ടിട്ട് ഒരുവൻ എങ്ങനെയാ പറയാനായിട്ട് സാധിക്കുന്നത്? ഇത് പരസ്പരം കൂട്ടിയിടിച്ച് ആറ്റങ്ങളൊക്കെ ചേർന്ന് മോളിക്യൂൾ ചേർന്നിട്ട് അതിന്റെ ബേസായി അങ്ങനെയായി ഇങ്ങനെയായി പറയാനായിട്ട് സാധിക്കും. യെസ്, ഒരു അബ്സല്യൂട്ട് ഇന്റലിജന്റ് ബീയിങ്, ഇൻഎസ്കേപ്പബിൾ, എസൻഷ്യൽ. അതിനെ നമുക്ക് ഡിനേ ചെയ്യാൻ പറ്റില്ല. അതിനെ ഡിനേ ചെയ്യുന്നവര് കാളിദാസന്റെ പിൻഗാമികളാണ്. എസൻഷ്യൽ ആയിട്ടുള്ള, ഒഴിവാക്കാൻ കഴിയാത്ത, ഇൻഎസ്കേപ്പബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ ഡിനേ ചെയ്യുക. ഈ ദൈവം സർവജ്ഞാനി ആയിരുന്നേ മതിയാകും. ബൈബിളിലെ വാക്യങ്ങൾ ഞാൻ എഴുതി കിടക്കുന്നത് 30 സംഘടനകളിലൊക്കെ സർവജ്ഞാനിത്വത്തിന്റെ, സർവശക്തിത്വത്തിന്റെ ഒക്കെ ഒരുപാട് വാക്യങ്ങളുണ്ട്. അതുപോലെ ഒമ്നിപ്രസന്റ്, എല്ലായിടത്തും ഉള്ളവൻ. ഈ ദൈവം എല്ലായിടത്തും ഉള്ളവനായേ മതിയാകും. ഒമ്നീഷ്യന്റ് അവിടെ തന്നെ എല്ലായിടത്തും വേണം, അല്ലേ? എനിക്ക് ബന്ധത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്റെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ എല്ലാ മുറിയിലും അറിയാൻ പറ്റില്ല. എന്റെ മുറിയിലുള്ള ചുരുക്കം കാര്യങ്ങളെ കാണാൻ എല്ലായിടത്തും ഉണ്ടില്ലേ. അപ്പൊ ഈ ഒമ്നി പ്രസൻസ്, ഒമ്നീഷ്യൻസ് എന്നൊക്കെ പറയുന്ന എല്ലാം ലിങ്കാണ്. ദൈവം ഒമ്നി പ്രസന്റ് ആണ്, എല്ലായിടത്തും ഉണ്ട്, എല്ലാം നോക്കി നടത്തുന്നവനാണ്. All things consist. അവനിൽ സകലവും ഒന്നായിട്ടിരിക്കുന്നു. ഈ 99.ഇത്ര% ശൂന്യത വൃത്തി നിറച്ചിരിക്കുന്ന ആറ്റങ്ങളെല്ലാം തെളിച്ചിട്ട് ഹിമാലയങ്ങളുടെ പോലെ ഒരു സാധനത്തെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഒന്നീശ്വരായിട്ടുള്ള ദൈവം ഒന്നീപ്രസന്റുമായിരിക്കും. പിന്നെ ബൈബിൾ ഇഷ്ടംപോലെ ഈ ദൈവം നിത്യനാണ്, അനാദിയായി ശാശ്വതമായി ഉള്ളവനാണ്. അങ്ങനെ ഒരു ദൈവത്തെ സങ്കല്പിച്ചതിനെ ശാസ്ത്രജ്ഞന് നിരീക്ഷകരുടെ പോലും കരുതപ്പാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ശാസ്ത്ര വിധികളോടൊക്കെ ചോദിച്ച അതാനുണ്ടാക്കി ചോദിച്ച അവസാനം പറയും, എനിക്കറിയാം ഏതെങ്കിലും ഒരു ദിവസം ശാസ്ത്രം ഇത്രയും കണ്ടുപിടിക്കുമായിരിക്കും. അത് നമുക്ക് തിരിച്ചു പറയാം, ദൈവത്തെ ശാസ്ത്രം അല്ലെ. അപ്പം ശാസ്ത്രത്തിന്റെ കീറാമുട്ടിയ ആരാണ്? ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ സർവശക്തനായിട്ടുള്ള, സർവജ്ഞാനിയായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള, എറ്റേണലായിട്ടുള്ള, നിത്യനായിട്ടുള്ള ഒരു ക്രിയേറ്റർ, എസൻഷ്യൽ. അപ്പം ഈ ദൈവം സർവജ്ഞാനിയും സർവവ്യാപിയല്ല. ഇനി അരിസ്റ്റോട്ടില് BC 4-ാം നൂറ്റാണ്ടില്, അതുപോലെ ഹിപ്പോയിലെ അഗസ്റ്റിൻ AD 4-5 നൂറ്റാണ്ടില്, തോമസ് അക്വിനാസ് AD 13-ാം നൂറ്റാണ്ടിൽ, ഇവരൊക്കെ ഇതേ അഭിപ്രായപ്പെടുന്നു. ഒരു ഭയങ്കര ഗംഭീരൻ, തട്ടുപിടിത്തൻ ഫിലോസഫേഴ്സ് ആയിരുന്നു, തത്വചിന്തകന്മാർ. അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞാൽ സകലത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിദ്വാൻ. പല ശാസ്ത്രശാഖകളുടെയും പിതാവ്
തുടങ്ങി അനേക തത്വജ്ഞന്മാരെ പറഞ്ഞിട്ടുണ്ട്. ഒരു ആദ്യകാരന് ദൈവം വേണം. ആ ആദ്യകാരന് സർവജ്ഞാനിയായിരിക്കണം, സർവവ്യാപിയായിരിക്കണം, അവൻ എല്ലാം അറിയുന്നവനായിരിക്കണം, അവൻ നിത്യനായിരിക്കണം. ഇത് ഫിലോസഫിയുടെ കൺസെപ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് അപ്പോളജിറ്റിക്സിലേക്ക് പോകുമ്പോഴ് ബൈബിളിലെ കാര്യം പറയുന്ന കൂട്ടത്തില് വെളിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വെളിയിലുള്ളവർ കുറച്ചുകൂടെ സ്വീകാര്യമാണ്. ഭക്തി വിടർത്തി ഇപ്പൊ ബുദ്ധി ഭക്തികളെ എന്ന് പറയുന്നതിനോട് അല്പം ഇതുകൊണ്ട് പറഞ്ഞു തുടങ്ങി തന്നെ ഭക്തി താഴും. കർത്താവിനോട് നീ കരം കൊടുക്കുന്നില്ലേ, കൈസർക്ക് കരം കൊടുക്കുന്നില്ലേ, അതോ കൈസരെ ചോദ്യം ചെയ്യാനാണോ നിന്റെ പ്ലാൻ? നീ വേറൊരു രാജ്യം ഉണ്ടാക്കുകയാണോ? കരം കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കൈസർ ഉടനെ അറസ്റ്റ് ചെയ്യുക. അടുത്ത കൊടുക്കണമെന്ന് പറഞ്ഞാൽ യഹൂദന്മാരെല്ലാം എതിരാണ് കേട്ടോ. ഇവൻ റോമ രാജ്യത്തിന്റെ കിങ്കരനാണെന്ന് പറയും. ഇങ്ങനൊക്കെ പറഞ്ഞ് ചതിക്കാവുന്നവർത്താണ് കൈസർക്ക് കരം കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. അവനോട് അവന്റെ നാണയത്തിൽ തന്നെ കർത്താവ് പറയുക, നീ എന്താണ് ലോജിക്കിന്റെ തർക്കശാസ്ത്രത്തിന്റെ നിയമങ്ങളെ ലംഘിക്കുന്നത്? നീ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഏതോ കണ്ട് ഇളകിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. അല്ലെങ്കിൽ നിനക്ക് ആശയപരമായിട്ട് എന്തോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോകത്തിലെ തത്വജ്ഞന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ദൈവം സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനും നിത്യനും ആണ്. അങ്ങനെ ഒരു ദൈവം ഉണ്ടല്ലേ കാര്യം നടക്കത്തുള്ളൂ, അല്ലാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഈ കൊല്ലാത്ത ദൈവം ഒരു അബദ്ധം കാണിച്ചു. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടല്ലേ. ദൈവം എല്ലാം ചെയ്യുന്നത് തന്റെ സ്വഭാവത്തിനനുസരിച്ചാണ്. God does everything based on his character. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്നുമുള്ള ഗുണങ്ങൾ, സ്വഭാവങ്ങൾ ശരിക്കും ക്യാരക്ടറാണ്. വെള്ളത്തിന്റെ സ്വഭാവം എന്തൊക്കെയാണ്? കെമിസ്ട്രി ക്ലാസ് ആണ് സാറേ. നിറമില്ല, ഗുണമില്ല. വെള്ളത്തിന് ഇത് രണ്ടുമുണ്ട്, അതിനകത്ത് അമീബിയുണ്ട് അല്ലെ. വെള്ളത്തിന്റെ ക്യാരക്ടേഴ്സ് നിറമില്ല, ഗുണമില്ല എന്നുണ്ട് അല്ലെ. അത് എന്നും പോലെ വെള്ളത്തിന് നിറമൊന്നും ഇല്ലാതായി തുടക്കം. എന്നുമുള്ള സ്വഭാവവിശേഷങ്ങളെയാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ദൈവം എല്ലാം തന്റെ ക്യാരക്ടറിനനുസരിച്ചേ ചെയ്യത്തുള്ളൂ. തന്റെ ക്യാരക്ടറിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യുന്നവരല്ല ദൈവം. മത്തായി 5:48, അതുപോലെ യെശയ്യാ 30:18 ഒക്കെ വളരെ മനോഹരമായ വാക്യങ്ങളാണ്. ദൈവം ജസ്റ്റ് ആണ്. അവന്റെ വഴികളിലൊക്കെയും അവൻ നീതിമാനാണ്. തന്റെ സകല വഴികളിലും ദൈവം നീതിമാനാണ്. നീതി എന്നുള്ളൊരു ക്യാരക്ടർ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നീതി കാണിക്കും. ദൈവം തന്റെ ക്യാരക്ടറിനനുസരിച്ച് പ്രവർത്തിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയും ദൈവത്തിന്റെ ക്യാരക്ടറിന് അടിസ്ഥാനമുള്ളതായിരുന്നു. ഓക്കെ, സ്വന്തം സ്വഭാവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേരാണ് എന്തുവാ? കപടഭക്തിക്കാരൻ. എനിക്ക് ദൈവഭക്തിയേ ഇല്ല, പക്ഷെ വീട്ടിൽ ഗസ്റ്റ് പോകാൻ സന്ധ്യ പ്രാർത്ഥനയും മോർണിംഗ് പ്രേയറും ഒക്കെയുണ്ട്. എന്തിനാ? ദൈവത്തെ കാണിക്കാനല്ല, വന്നവരെ. എന്നിൽ ഇല്ലാത്ത സ്വഭാവം പ്രകടിപ്പിക്കുന്നവനെ കപടഭക്തിക്കാരൻ. കർത്താവ് ഏറ്റവും ചർച്ച ചെയ്തില്ല അല്ലെ. ഈ ഒരു കാര്യം ദൈവത്തിന്റെ അടുത്തോടെ പോയിട്ടില്ല. എന്നാ കാരണം? നേരത്തെ പറയും, സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിക്ക് ആരെയും പീഡിക്കേണ്ട, ആരെയും വിമർശിക്കേണ്ട, ഇല്ലാത്തത് കാണിക്കേണ്ട കാര്യം ദൈവത്തിനില്ല. God is not a hypocrite. ദൈവം ഒരു കാപട്യക്കാരനല്ല. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ത്രിയേകത്വത്തിൽ ജീവിക്കുന്നതിനാൽ പരസ്പരം വെളിപ്പെടുത്തൽ ദൈവത്തിന്റെ ഒരു സ്വഭാവം. അങ്ങോട്ട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പുത്രൻ എപ്പോഴും തന്റെ ഹൃദയത്തിലെ പിതാവിനെ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുക. പിതാവേ, എന്റെ ചിന്തയുള്ള ഇതാണ്. പിതാവ് പുത്രനെ ഇങ്ങനെ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുക. പുത്ര, ഞാൻ ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് കാണിച്ചുകൊണ്ടിരിക്കുക. ഇതെന്നാ കാണിച്ചത്? ഇന്നല്ല, നിത്യതയില്ല. നിത്യതയെ ഇവർ അന്യോന്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അല്ലെ, ഒരു സർവശക്തിന്റെ ഇൻഫർമേഷൻ വിളിച്ചു വാങ്ങിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പിള്ളേര് മൊബൈൽ എന്തെങ്കിലും കൂടോത്രം ചെയ്തുകൊണ്ടിരിക്കാൻ വെച്ചു, ഉദ്ഘാടനം കണ്ടുകൊണ്ടിരിക്കാൻ വെച്ചത്
പോയി പിടിച്ചു വാങ്ങിക്കാൻ പറ്റിയ സമ്മതിക്കും. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്തില്ലേ അല്ലേ? സർവശക്തനായ ആളുകളിൽ നിന്ന് പിടിച്ചു വാങ്ങല്ലേ? പുത്രനിൽ നിന്ന് എന്തെങ്കിലും ബലമായി പിടിച്ചു വെക്കാൻ എനിക്കറിയില്ല ഇല്ല. പിന്നെ അവര് സർവജ്ഞാനികളും സർവസ്വീകാരുടെ ഇവര് തമ്മിൽ ഒരു മറവൊന്നും ഇല്ലതാണ്. പക്ഷേ വെളിപ്പെടുത്തൽ ത്രിയേകത്വത്തിന്റെ അടിസ്ഥാനം എപ്പോഴും അങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതെന്നാ ദൈവം തുടങ്ങിയത്? 1901 ആണോ? നിത്യമായി ദൈവം നിത്യമായിട്ട് ത്രിയേകനാണ്. അതുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ ബിസിനസ് തുടങ്ങിയത് നിത്യതയിലാണ്. വെളിപ്പെടുത്തൽ ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. അത് സൃഷ്ടിയുമായിട്ടല്ല. സങ്കീർത്തനങ്ങൾ 19-1 തൊട്ടുള്ള ഭാഗങ്ങളിൽ ദൈവത്തിന്റെ കൈവേലിയെ പ്രസിദ്ധമാണ്. ആകാശപ്രാണം അവന്റെ മഹത്വത്തെ വിളിച്ചോതുന്നു. അല്ലെങ്കിൽ റോമർ 1:17 വാക്യങ്ങൾ അനേക വാക്യങ്ങളുണ്ട്. അതിന് മനുഷ്യൻ ഉൾപ്പെടെയുള്ള തന്റെ സൃഷ്ടികളിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഇത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇടയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തണം എന്ന് തോന്നുന്നത്. ഇനി വേറെ റീസൺസ് ബൈബിളിലുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ്, ദൈവത്തിന്റെ പ്രഷർ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രഷർ തോന്നി? അതിന്റെ കാരണം revelation is a character of each of the 3 persons in Godhead. ദൈവത്വത്തിലുള്ള 3 വ്യക്തിത്വങ്ങളുടെയും ഒരു അടിസ്ഥാന സ്വഭാവമാണ് വെളിപ്പെടുത്തൽ. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിയിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിച്ചു. ഒരു പക്ഷേ ഈ മനുഷ്യ സൃഷ്ടിക്ക് വേണ്ടിയാണ് ബാക്കി സകലവും സൃഷ്ടിച്ചത്. നമുക്കറിയാം ബയോളജിയിലെ എക്കോസിസ്റ്റം നമ്മൾ പഠിക്കും അല്ലേ? ഒരു മണ്ണിന് വളം വലിച്ചെടുത്ത നെല്ല് വളരുന്നു. ആ നെല്ല് കൊത്തി തിന്ന് കോഴി വളരുന്നു. ആ കോഴിയെ നിന്ന് നമ്മൾ വളരുന്നു. നമ്മള് ചത്ത് മണ്ണിന് വളമാകുന്നു. നെല്ല് വലിച്ചെടുക്കുന്നു. നമ്മളെല്ലാം ഇങ്ങനെ ഡിപ്പെൻഡന്റ് ആയി എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനെന്നുള്ള തന്റെ സ്വരൂപത്തിലുള്ള സൃഷ്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിയാ ദൈവം സകല സൃഷ്ടിയെയും ഉണ്ടാക്കിയത്. സകല സൃഷ്ടിയും മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. എന്തുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു? ബിക്കോസ് ഗോഡ് ഈസ് എ റെവലേഷൻ. ദൈവത്തിന്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു. നമുക്ക് ചോദ്യോത്തരത്തിന് സമയമില്ല. അടുത്ത ആഴ്ച പ്രാർത്ഥന ചോദ്യോത്തരത്തിന് സമയമില്ല. ചോദ്യങ്ങളുമായിട്ട് റെഡിയായിട്ട് വരിക. ദൈവത്തിന്റെ സഹായത്തെ ശ്രദ്ധിച്ച എല്ലാവർക്കും